ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് മാത്തിസ് കേക്ക് ഉണ്ടാക്കാം. ഒരു മുട്ട കൊണ്ട് ഇത്രയും സോഫ്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. ഇതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തരികളൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഒരു കപ്പ് കൊക്കോ പൗഡർ എടുത്ത് അതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൂറ്റി അതിലോട്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ ഊറ്റി നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം. അതിലോട്ട് നമുക്ക് കുറച്ച് പാലൂറ്റി കൊടുക്കാം, ഒരു ഗ്ലാസ് പാലൂറ്റി കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളമാണ് കൂടുതലായിട്ട് ഊറ്റുന്നത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളവും കൂടി ഊറ്റി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൗഡറുകളെല്ലാം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ വീതം ചേർത്ത് കൊടുക്കാം. ഈ കൊക്കോ പൗഡറും മൈദയൊക്കെ ഇട്ട് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള പൗഡറുകളെല്ലാം ഇതിലോട്ട് ചേർക്കുമ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒത്തിരി വാരി ഇടുമ്പോഴത്തേക്കിനും അത് കട്ട കെട്ടി പോകാനും അലിയാനും പാട് വരും. അപ്പോൾ ഇത് ഇച്ചിരിച്ച് വെച്ചിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. നമ്മൾ പഞ്ചസാര നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതിന് ആവശ്യമുള്ള ചൂടുവെള്ളമാണ് നമ്മൾ ഊറ്റേണ്ടത്. എന്നിട്ട് നമുക്കൊരു മോൾഡിലോട്ട് ഇത് ഊറ്റി വെക്കാം. ഈ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഈ മോൾഡിൽ നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഈ പാത്രത്തിൽ നമ്മൾ ബട്ടറും കുറച്ച് മൈദയും തേച്ചിട്ടാണ് ഇതിലോട്ട് നമ്മൾ ഊറ്റി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് നേരത്തെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടാവണം. ആ പാത്രത്തിലോട്ട് വേണം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ളത് ബട്ടർ ഊറ്റി വെച്ച് കൊടുക്കാനായിട്ട്. നമ്മളിവിടെ ഓവനിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വെച്ചപ്പോൾ ഷെയ്ക്കായെന്ന് വെച്ചിട്ട് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാണ്. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുത്തിട്ട് 100 ഗ്രാം ബട്ടറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ബട്ടർ നമ്മൾ കേക്കിൻ്റെ പുറത്തേക്കുന്ന ക്രീമിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബട്ടറിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് നമ്മുടെ മധുരത്തിന് നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അത്രത്തോളം പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് സാവധാനം ഇതൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്കിനും ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ബട്ടറും ഈ പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് അലിഞ്ഞ് ചേരണം. ആ സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്യുവർ വൈറ്റ് എന്നുള്ള കളർ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിനെ മണ്ടവശമൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കുറച്ച് ഞാൻ ചെത്തി ഇതാക്കിയപ്പോൾ ഒരു ലെവലിലൊക്കെ എടുത്തപ്പോഴത്തേക്കും കുറച്ച് ഭംഗിക്കുറവ് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ കേക്ക് എത്രയാണ് നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം കുറേശ്ശെ ഇതിനെ മണ്ടേ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാത്തിസ് കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഓൾ ആക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.